Hello everyone. Once again welcome back to yet another video of Natural Lines. Today we are going to deal with fifth chapter of the novel Ladies Coupe written by Anita Nair. And in the fourth chapter, I have already mentioned the story of the character Sheila. And when we coming to the fifth chapter, again we are dealing with the flashbacks. ഓക്കെ, അപ്പോൾ ഫിഫ്ത്ത് ചാപ്റ്ററിൽ നമ്മൾ അഖിലയുടെ ഫ്ലാഷ് ബാക്ക് തന്നെയാണ് വീണ്ടും ഡിസ്കസ് ചെയ്യുന്നത്. ആൻഡ് വെൻ അഖിലാസ് ഫാദർ ഡൈഡ്, ടു തിങ്സ് ഹാപ്പൻഡ്. സൺഡേസ് ബിക്കം ജസ്റ്റ് എ നോർമൽ ഡേ ആൻഡ് അഖില ബിക്കം ദ മാൻ ഓഫ് ദി ഫാമിലി. അപ്പോൾ അഖിലയുടെ അച്ഛൻ്റെ മരണത്തിന് ശേഷം അവളുടെ വീട്ടിലെ രണ്ട് കാര്യങ്ങളാണ് നടന്നത്. ഒന്ന്, സൺഡേസ് എല്ലാം ലൈക്ക് നോർമൽ ഡേ പോലെ തന്നെയായി. പിന്നെ ഷീ ബിക്കേം ദി ഹെഡ് ഓഫ് ദി ഫാമിലി. And she was offered a job in the income tax department and she was only 19. അതായത് അച്ഛൻ്റെ ആ ഒരു ജോബ് പിന്നീട് അഖിലേക്ക് കിട്ടുന്നുണ്ട്. ആക്ച്വലി ഷീ വാസ് ഓൺലി 19. Okay, and Narayan joined in a polytechnic college and Narsi, who was 11, was to continue at the school. പിന്നെ അവളുടെ സിബ്ലിങ്സിൻ്റെ കാര്യം പറയുകയാണ്. നാരായൺ ഒരു പോളിടെക്നിക് കോളേജിൽ ജോയിൻ ചെയ്യുന്നുണ്ട്. നാസി അവൻ്റെ സ്കൂളിംഗ് ആയിട്ട് മുന്നോട്ട് പോകുന്നു. ആൻഡ് ഇയേഴ്സ് ലേറ്റർ, കുറച്ച് നാളുകൾക്ക് ശേഷം, Narayan, after his studies, he joined in a tank factory as a machinist. ഒരു ടാങ്ക് ഫാക്ടറിയിലൊരു ജോബ് കിട്ടുന്നുണ്ട് നാരായണന്. ആൻഡ് നാർസി became the first graduate in the family and then the first post graduate, which means നാർസി എന്ന് പറയുന്ന അവളുടെ സിബ്ലിങ്ങിന്, അതായത് ബ്രദറിന്, അവനാണ് കൂടുതൽ അവരുടെ വീട്ടിൽ എഡ്യൂക്കേഷൻ കിട്ടിയിട്ടുള്ളത്. അവൻ ഗ്രാജുവേഷൻ എടുത്തു, ലേറ്റർ പോസ്റ്റ് ഗ്രാജുവേഷൻ എടുത്തു, ആൻഡ് ഫൈനലി ഹി ഫൗണ്ട് എ ടീച്ചിങ് ജോബ്. പിന്നീട് അവനൊരു ടീച്ചിങ് ജോബിലേക്കാണ് തിരിഞ്ഞത്. ദെൻ നാർസി ഡിസൈഡഡ് ടു ഗെറ്റ് മാരീഡ്. ദ ഗേൾ വാസ് ദി കോളേജ് പ്രിൻസിപ്പൽസ് ഡോട്ടർ ആൻഡ് എ ബ്രാഹ്മിൻ. അപ്പോൾ അതിനുശേഷം നാർസി കല്യാണം കഴിക്കാനായിട്ട് തീരുമാനിക്കുന്നു. അപ്പോൾ വീട്ടിലുള്ള മറ്റ് സിബ്ലിങ്സിനേക്കാളും മുന്നേ തന്നെ നാർസി തൻ്റെ കല്യാണ കാര്യങ്ങളൊക്കെ വീട്ടിൽ പ്രസൻറ്റ് ചെയ്യുന്നു. ദറ്റ് വാസ് ആക്ച്വലി ഒരു എന്താ പറയുക, ഒരു ലവ് മാരേജ് പോലെ തന്നെയായിരുന്നു. ദാറ്റ് ഗേൾ വാസ് ദി ഡോട്ടർ ഓഫ് ഹിസ് കോളേജ് പ്രിൻസിപ്പൽ ആൻഡ് ഷീ ഈസ് എ ബ്രാഹ്മിൻ. So no one could fault his choice, and even then Amma and her brothers never asked, what about you? Don't you want a husband, children, a home of your own? അപ്പോൾ നാർസി ഇത് വീട്ടിലൊന്ന് പ്രസൻറ്റ് ചെയ്തപ്പോഴേക്കും ആർക്കും വേറെ എതിർപ്പൊന്നും ഉണ്ടായിരുന്നില്ല. ബിക്കോസ് ദിസ് പെർട്ടിക്കുലർ ഗേൾ, ഷീ ബിലോങ്സ് ടു റെപ്യൂട്ടഡ് ഫാമിലി, അറ്റ് ദി സെയിം ടൈം ഷീ ബിലോങ്സ് ടു എ ബ്രാഹ്മിൻ ഫാമിലി. അപ്പോൾ അതുകൊണ്ട് ആർക്കും ഒരു ഒബ്ജെക്ഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ആരും ഒരു ക്വസ്റ്റ്യൻ പോലും ചോദിച്ചില്ല. കാരണം ഇത്രയും എൽഡർ ആയിട്ടുള്ളൊരു സിസ്റ്റർ ഇവിടെ കല്യാണം കഴിക്കാനുണ്ടായിരുന്നിട്ട്, അല്ലെങ്കിൽ അവളുടെ കാര്യം എന്താണ്, അല്ലെങ്കിൽ അവൾക്കൊരു ഹസ്ബൻഡ് വേണ്ടേ, അവൾക്ക് കുട്ടികൾ വേണ്ടേ, അവൾക്കൊരു സ്വന്തമായിട്ടൊരു വീട് വേണ്ടേ എന്നൊന്നും ആരും ആ സമയത്ത് ചിന്തിച്ചില്ല. ആൻഡ് പത്മ വാസ് 22 ബൈ ദ ടൈം ആൻഡ് ഷീ വർക്ക്ഡ് ഹാർഡ് ഫോർ ഹർ ഡൗറി. അപ്പോൾ പത്മയാണെങ്കിലും ഈ പറഞ്ഞ പോലെ തന്നെ പ്രായപൂർത്തിയായിട്ട് നിൽക്കുകയാണ്. സോ അഖില, ഷി വർക്ക്ഡ് ഹാർഡ് ഫോർ ഹർ ഡൗറി. അവൾക്ക് ഡൗറി ഒപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെ അഖില ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. Once a month, Akhila took her mother out to the lunch at the hotel where they always choose the special meals. അപ്പോൾ അവളുടെ പ്രാരാബ്ദങ്ങളൊക്കെ പതുക്കെ പതുക്കെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വീട്ടിലെ അമ്മയും അഖിലയും മാത്രമേ ഉള്ളപ്പോൾ ഇടയ്ക്കൊക്കെ അമ്മയായിട്ട് പുറത്തൊക്കെ ഒരു ഔട്ടിംഗ് ഒക്കെ അവൾ പോകാറുണ്ട്. എസ്പെഷ്യലി അവർ സ്പെഷ്യൽ മീൽസ് കിട്ടുന്ന ചില ഹോട്ടൽസിലാണ് പോയിരുന്നത്. അമ്മയായിട്ട് അഖില പോവുമായിരുന്നു. On Akhila's 35th birthday, she decided to get herself an education. അവളുടെ ഒരു 35ാമത്തെ വയസ്സിലാണ് അഖില തനിക്ക് കുറച്ചും കൂടി പഠിക്കണം എന്നുള്ളൊരു ചിന്ത ഉണ്ടായത്. സോ ഷീ എൻറോൾഡ് ഇൻ ദ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഫോർ BA ഡിഗ്രി ഇൻ ഹിസ്റ്ററി. ഇറ്റ് വാസ് കാതറിൻ വെബർ ഹു ബ്രോട്ട് ആൻ എഗ് ഇൻ ടു അഖിലാസ് ലൈഫ്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞൊരു ക്യാരക്ടർ, ഇതിന് മുമ്പും ഈ ക്യാരക്ടർ അപ്പിയർ ചെയ്തിട്ടുണ്ട്, കാതറിൻ വെബർ. കാതറിൻ എന്ന് പറയുന്നത് അഖിലയുടെ കൊളീഗാണ്, അറ്റ് ദി സെയിം ടൈം ബെസ്റ്റ് ഫ്രണ്ടാണ്. അപ്പോൾ കാതറിൻ ഈസ് ആക്ച്വലി ആൻ ആംഗ്ലോ ഇന്ത്യൻ ഗേൾ. ഞാൻ ഓൾറെഡി അത് ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു മുന്നത്തെ ചാപ്റ്റേഴ്സിൽ എവിടെയോ. അപ്പോൾ ആ ക്യാരക്ടറാണ് ആദ്യമായിട്ട് അഖിലേക്ക് എഗ്ഗ് കൊണ്ടുവരുന്നത്. അപ്പോൾ അത് വലിയ കാര്യമാണോ എന്ന് ചിന്തിക്കും. അത് വലിയ കാര്യമാണ്. കാരണം അഖില, ഷി ബിലോങ്സ് ടു എ ബ്രാഹ്മിൻ ഫാമിലി. സോ നോൺ വെജ് എന്ന് പറയുന്നത് അവളങ്ങനെ കഴിക്കുന്നില്ല. പക്ഷേ കാതറിനാണ് ആദ്യമായിട്ട് എഗ്ഗ് അഖിലയുടെ ലൈഫിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്.
which means the flavor of a non-veg. Okay, so though Agila had worked in the same office for more than 16 years, she still didn't have any friends there. അപ്പോൾ ഇവരുടെ ഒരു റിലേഷനാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവരുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്താണ് ഡിഫറെൻ്റ് ആകുന്നത്. കാരണം ഫോർ മോർ ദാൻ 16 ഇയേഴ്സ് 16 വർഷങ്ങൾക്ക് മുകളിലായി അഖില ഈ സെയിം ഓഫീസിൽ വർക്ക് ചെയ്യുന്നു. ബട്ട് സ്റ്റിൽ ഷി ഡിഡിൻ ഹാവ് എനി ഫ്രണ്ട്സ് ദർ. വേറൊരു ഫ്രണ്ട് അവൾക്ക് അവിടെ ഇല്ല, അല്ലെങ്കിൽ അത്ര ഒരു ഇൻറ്റിമസി അവൾക്ക് ഫീൽ ചെയ്തിട്ടില്ല. ആര്? കാതറിൻ വെബർ ഒഴിച്ച്. കാതറിനോട് മാത്രം അവൾക്ക് ആ ഒരു ഇൻറ്റിമസി ഉള്ളത്. ആൻഡ് കാതറിൻസ് ഫാമിലി ലിവ്ഡ് ഇൻ മദ്രാസ് ആൻഡ് അഖില കാതറിൻസ് സ്കാർഫ് ലെങ്ത് ഡ്രസ്സസ് ആൻഡ് ദ വേ ഹർ വിസ്പി ബ്രൗൺ ഹെയർ ഫ്രെയിംഡ് ഹെർ ഫേസ്. കാതറിൻ്റെ ഫാമിലി താമസിക്കുന്നത് മദ്രാസിലായിരുന്നു. ആൻഡ് അവിടെ ഒരു കാര്യം ഞാൻ വിട്ടുപോയിട്ടുണ്ട്. അഖില ലൈക്ഡ് എന്നാണ് കേട്ടോ. അഖില ലൈക്ഡ് കാതറിൻസ് കാഫ് ലെങ്ത് ഡ്രസ്സസ്. അപ്പോൾ അഖിലയ്ക്ക് കാതറിൻ്റെ ഒരു എന്താ പറയുക, ആ ഒരു അപ്പിയറൻസ് ഭയങ്കര ഇഷ്ടമാണ്. കാരണം അവളുടെ ആ ഒരു വേ ഓഫ് എന്താ പറയുക, മോഡ് ഓഫ് ഡ്രസ്സിങ്, അതായത് വളരെ ഷോർട്ടായിട്ടുള്ള ഡ്രസ്സ് ഇടുന്നതും, അതുപോലെ തന്നെ അവളൊരു ആംഗ്ലോ ഇന്ത്യൻ ഗേൾ ആയതുകൊണ്ട് ആ ഒരു സ്റ്റൈലിഷ് ആയിട്ടുള്ള രീതിയിലാണ് അവൾ വരുന്നത് ഓഫീസിൽ. അപ്പോൾ അവളുടെ ബ്രൗൺ ഹെയർ അവൾ കോംബ് ചെയ്ത് വെക്കുന്ന രീതി, അല്ലെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതി, അല്ലെങ്കിൽ അവളുടെ ആ ഒരു ഷോർട്ടായിട്ടുള്ള ഡ്രസ്സ്, ഇതൊക്കെ അഖിലയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, Sarala, the another colleague, didn't like Catherine because of her dressing sense and food habit of eating beef. അപ്പോൾ സരള എന്ന് പറയുന്ന മറ്റൊരു കൊളീഗ് ഉണ്ട് ഇവരുടെ ഈ ഒരു ഓഫീസിൽ. ആൻഡ് സരളയ്ക്ക് ഒരിക്കലും കാതറിനെ അങ്ങ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം കാതറിൻ എന്ന് പറയുന്നത് ഒരു ആംഗ്ലോ ഇന്ത്യൻ ഗേളാണ്. സോ സരളയും അഖിലയൊക്കെ പറയുന്നത് ദി ആക്ച്വലി ബിലോങ്സ് ടു ബ്രാഹ്മിൺ ഫാമിലി. അപ്പം സരളയ്ക്കൊരിക്കലും ഈ കാതറിനായിട്ടുള്ള ഈ അഖിലയുടെ ആ ഒരു കൂട്ടൊട്ടും ഇഷ്ടമല്ല. ബിക്കോസ് അവരെപ്പോഴും പറയും നമ്മൾ ഹിന്ദുസാണ്, നമ്മളിങ്ങനെ നോൺ വെജ് കഴിക്കുന്നവരോട് അല്ലെങ്കിൽ ബീഫ് കഴിക്കുന്നവരുടെ കൂടെയൊക്കെ നമ്മളങ്ങനെ അത്ര അങ്ങോട്ട് അടുപ്പം കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇവർ അത്ര നല്ല ആൾക്കാരൊന്നുമല്ല എന്നൊക്കെ പറഞ്ഞ് എപ്പോഴും ടോക്സിക് ആയിട്ടുള്ളൊരു എന്താ പറയുക, ഒരു മൈൻഡ് സെറ്റുള്ളൊരു സ്ത്രീയാണ് സരള എന്ന് പറയുന്ന ക്യാരക്ടർ. അപ്പോൾ അവരെ ആ ഒരു ചെറിയൊരു പോർഷൻ മാത്രം ജസ്റ്റ് ഒന്ന് പറയുന്നുണ്ട്. ആൻഡ് എനിവേ ദ ഷെയർഡ് കോൺഫിഡൻസസ് ആൻഡ് ലഞ്ച്. അപ്പോൾ നോവലിൽ എടുത്ത് പറയുന്നുണ്ട്, എന്തൊക്കെയാണെങ്കിൽ പോലും അവരുടെ പല ചിന്തകളും, അല്ലെങ്കിൽ അവരുടെ പല കാര്യങ്ങളും, സ്വകാര്യമായിട്ടുള്ള പല കാര്യങ്ങളും, അല്ലെങ്കിൽ ചിന്തകളൊക്കെ അവർ എന്താ പറയുക, ഷെയർ ചെയ്യുമായിരുന്നു അഖിലയും കാതറിനും. ആൻഡ് കാതറിൻ ലൈക്ഡ് അമ്മാസ് കുക്കിംഗ്, എസ്പെഷ്യലി ലെമൺ റൈസ്, കോക്കനട്ട് റൈസ്, ഇഡ്ലി, വട, പൂരി എക്സെട്ര. അതായത് അഖിലയുടെ അമ്മ വയ്ക്കുന്ന എല്ലാ വിഭവങ്ങളും കാതറിന് ഭയങ്കര ഇഷ്ടമാണ്. ആൻഡ് ദെൻ കാതറിൻസ് എമിഗ്രേഷൻ പേപ്പേഴ്സ് അറൈവ്ഡ്. ഷീ വാസ് ഗോയിങ് ടു ഓസ്ട്രേലിയ where she had 52 cousins, 9 uncles and 12 aunts, she said. എന്നിട്ട് പറയുന്നുണ്ട്, കാതറിന് ഇൻകം ടാക്സ് ഓഫീസിൽ അങ്ങനെ നിലനിന്ന് പോകണമെന്ന് വലിയ ആഗ്രഹമൊന്നുമില്ല. ബിക്കോസ് അവളുടെ ഫാമിലി മെമ്പേഴ്സ് കൂടുതലുള്ളത് ഓസ്ട്രേലിയയിലാണ്. സോ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴേക്കും അവളുടെ എമിഗ്രേഷൻ പേപ്പേഴ്സൊക്കെ റെഡിയായി. അപ്പോൾ അവൾ അങ്ങോട്ട് പോകാൻ പോവാണ്. ആൻഡ് അവളുടെ കസിൻസൊക്കെ അവിടെ ഒത്തിരി ഉണ്ടെന്ന് പറയുന്നുണ്ട്. ദേ വുഡ് ഹെൽപ്പ് ഹർ ടു സെറ്റിൽ ഡൗൺ, ഇൻട്രൊഡ്യൂസ് ഹർ ടു ദെയർ ഫ്രണ്ട്സ് ആൻഡ് ഷേപ്പ് എ ന്യൂ ലൈഫ് ഓഫ് ഹർ ദർ. അവിടെ ഞാൻ ഹെൽപ്പ് എന്നുള്ള വാക്ക് വിട്ടുപോയിട്ടുണ്ട് കേട്ടോ. അപ്പം എന്താണ്, അവിടെ അവളുടെ ഫ്രണ്ട്സ് ഉണ്ട്, അല്ലെങ്കിൽ അവിടെ അവളെ മറ്റ് ആളുകളായിട്ട് പരിചയപ്പെടുത്താൻ അവൾക്ക് ഒത്തിരി ആളുകൾ അവിടെയുണ്ട്. സോ ഷീ ആക്ച്വലി ഗോയിങ് ടു ഷേപ്പ് എ ന്യൂ ലൈഫ് ദർ. ആൻഡ് ഷീ ബോട്ട് കാതറിൻ എ നാരോ ഗോൾഡ് റിംഗ് സെറ്റ് വിത്ത് എ പേൾ ആസ് എ ഗുഡ് ബൈ പ്രസൻറ്റ്. അപ്പോൾ അവസാനമായിട്ട് തൻ്റെ ഫ്രണ്ട് പോകുന്നതിന് മുമ്പ് അഖിലേക്ക് എന്തെങ്കിലും കാതറിന് കൊടുക്കണം എന്നുണ്ട്. കാരണം ഇത്രത്തോളം തന്നെ സ്നേഹിച്ച, അല്ലെങ്കിൽ താൻ സ്നേഹിച്ചൊരു ഫ്രണ്ട് അഖിലേക്ക് ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവാനും പോകുന്നില്ല. സോ അഖില അവൾക്കൊരു ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് കാതറിന് ആസ് എ ഒരു ഗുഡ് ബൈ പ്രസൻറ്റ്. അത് ഒരു നാരോ ഗോൾഡ് റിംഗ് സെറ്റായിരുന്നു വിത്ത് എ പേൾ. ആൻഡ് കാതറിൻ ബോട്ട് ഹർ എ പെയർ ഓഫ് ഹൈ ഹിൽഡ് സാൻഡൽസ്. അപ്പോൾ തിരിച്ചും കാതറിൻ അഖിലേക്കും ഗിഫ്റ്റ് ചെയ്യുന്നുണ്ട്, ഒരു ഹൈ ഹിൽഡ് സാൻഡൽസ് കൊടുക്കുന്നുണ്ട് വിത്ത് എ ലിപ്സ്റ്റിക് ആൻഡ് 4 eggs. അഖിലയുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു 4 മുട്ടയും വെച്ച് ഒരു കളേർഡ് എഗ് കേസിൽ കൊടുക്കുന്നുണ്ട്. ആൻഡ് ഷീ ഇൻസ്ട്രക്റ്റഡ് ഹർ അബൌട്ട് ഹൗ ടു ബോയിൽ ആൻ എഗ്. എന്നിട്ട് തമാശപൂർവ്വം കാതറിൻ പറയുന്നുണ്ട്, മുട്ട പുഴുങ്ങുന്നത് എങ്ങനെയാണെന്ന് നിനക്ക് അറിയില്ലല്ലോ, ഇത്ര മണിക്കൂർ വേണം, 10 മിനിറ്റ് വേണം, അല്ലെങ്കിൽ 8 മിനിറ്റ് വേണം, 8 തൊട്ട് 10 മിനിറ്റ് വരെ തിളപ്പിക്കണം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഇൻസ്ട്രക്ഷൻസൊക്കെ നോവലിൽ കാണിക്കുന്നുണ്ട്. അത്തരം കാര്യങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. എനിവേ ഷീ ഇൻസ്ട്രക്റ്റഡ് അബൌട്ട് ഹൗ ടു ബോയിൽ an egg. Okay. And Sheila had finally said she was ready to sleep. പിന്നീട് ഫ്ലാഷ് ബാക്കിൽ നിന്ന് നേരെ നമ്മൾ ട്രെയിനിലെ കൂപ്പയിലേക്ക് വരികയാണ്. അപ്പോൾ ഷീല പറയുകയാണ്, ഞാൻ ഉറങ്ങാൻ പോവാണ്. അപ്പം ഷീ ഈസ് ആക്ച്വലി റെഡി ടു സ്ലീപ്പ്. ആൻഡ് അഖില സെറ്റിൽ ബാക്ക് ഓൺ ദി ബർത്ത്
ആൻഡ് മാർഗ്രറ്റ് ലീൻഡ് അഗെയിൻസ്റ്റ് ദ മിഡിൽ ബെർത്ത്. അപ്പം എല്ലാവരും ഏകദേശം ഉറക്കത്തിലേക്ക് പോവുകയാണ്, എക്സെപ്റ്റ് അഖില ആൻഡ് മാർഗ്രറ്റും അഖിലയും മാത്രം അവസാനിച്ചു, ബാക്കി എല്ലാവരും ഉറങ്ങുന്ന ആ ഒരു രീതിയിലേക്ക് പോകുമ്പോൾ അഖില ആൻഡ് മാർഗ്രറ്റ് ടോക്കിംഗ് ടു ഈച്ച് അതർ അബൌട്ട് ദ ലൈഫ് സിറ്റുവേഷൻസ് ഓഫ് ദ വിമൻ ഇൻ ദ കൂപ്പെ. ഈ കൂപ്പയിലുള്ള മറ്റ് സ്ത്രീകളുടെ ലൈഫൊക്കെ എങ്ങനെയാണല്ലേ, അല്ലെങ്കിൽ ഓരോരുത്തരുടെ ലൈഫ് എത്ര ഡിഫറെൻ്റ് ആണല്ലേ, എങ്ങനെയാണ് ഓരോരുത്തരുടെ ലൈഫ് ഷേപ്പ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇന്നീ കാണുന്ന രീതിയിൽ ഓരോരുത്തരും എത്തിപ്പെടുന്നത്, എത്ര അനുഭവങ്ങളാണ് എന്നൊക്കെ പറഞ്ഞ് അഖിലയും മാർഗ്രറ്റും തമ്മിൽ ഇങ്ങനെ സംസാരിച്ച് രാത്രി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഫൈനലി മാർഗ്രറ്റ് സ്റ്റാർട്ടഡ് ടു നറേറ്റ് ഹെർ ലൈഫ് സ്റ്റോറി. പറയാതെ തന്നെ മാർഗ്രറ്റ് അഖിലയോട് അവളുടെ ആ ഒരു ലൈഫ് സ്റ്റോറി എന്താണെന്ന് നറേറ്റ് ചെയ്യാൻ പോവാണ്. സോ വി ആർ മൂവിങ് ടു ദ 6th chapter, which is the story of the character മാർഗ്രറ്റ്. സോ 6th chapterൽ നമുക്ക് മാർഗ്രറ്റിൻ്റെ ലൈഫ് സ്റ്റോറി കാണാം. സോ ദാറ്റ്സ് ദി എൻഡ് ഓഫ് chapter 5. For more literature content videos, just subscribe my YouTube channel Nutshell Lines. Let's learn something fruitful in a few words. Thank you so much.